എല്ലാവർക്കും നമസ്കാരം. ശ്രീമതി രമാമേനോൻ എഴുതിയ രാമായണ കഥാമൃതം കുട്ടികൾക്കായി ഞാനിവിടെ സമർപ്പിക്കുന്നു. ശ്രീമതി രമാമേനോൻ പ്രാർത്ഥനയോടെ പറഞ്ഞ കുറച്ച് വാക്കുകൾ ഞാനിവിടെ വായിക്കാം. ഓരോ കഥയും കഥ പറയുന്ന ആളുടെ ഹൃദയത്തിൽ നിന്ന് തുടങ്ങി കഥ കേൾക്കുന്ന ആളുടെ ഹൃദയത്തിൽ ചെന്ന് പതിക്കുന്ന ഒരു സരിത്താവണം. അതിന് ഭാഷാഭംഗി വേണം, ഭാവഗരിമ വേണം. വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ വാക്കുകളും ആശയങ്ങളും തട്ടലും തപ്പലും കൂടാതെ അനുസ്യൂതം ഒഴുകണം. അതിന് ഈശ്വരൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ഗുരുകാരണവന്മാരുടെയും കൃപയുണ്ടാവണം. വാഗ്ദേവതയായ വാണി മാതാവിൻ്റെ അനുഗ്രഹം വേണം. ദിവ്യമായ ഈ രാമായണ സരിത്തിനെ മലയാള മനസ്സിലേക്ക് കനിവോടെ തിരിച്ചുവിട്ട ഭാഷാപിതാവായ തുഞ്ചത്താചാര്യൻ്റെ അനുമതിയും ആശീർവാദവും വേണം. ശ്രീരാമചരിതം പാടി വന്ന പൈങ്കിളിപ്പെണ്ണ് എൻ്റെ തൊട്ടു മുമ്പിൽ തന്നെ ഇരിക്കുന്നു. ആ കിളിച്ചുണ്ടിൽ നിന്നും ഇപ്പോഴും രാമകഥാമൃതം ഇറ്റു വീണുകൊണ്ടിരിക്കുന്നു. എൻ്റെ മനസ്സാകുന്ന ഇലച്ചീന്തിലേക്ക് ആ തേൻതുള്ളികൾ ഞാൻ വടിച്ചെടുക്കുന്നു. ഇത് രാമകഥയാണ്. സീതാഭിരാമനായ, ലോകാഭിരാമനായ, രാവണാന്തകനായ രാമൻ്റെ കഥ. ഉമാവല്ലഭനായ മഹേശ്വരൻ സദാ ജപിക്കുന്നത് രാമനാമമാണ്. ഇത് വേദസാരം തന്നെയാണ്. ചിത്തമാലിന്യങ്ങൾ നിശേഷം നശിപ്പിക്കാനുള്ള ഈ ദിവ്യ ഔഷധം അനുവാചകർക്കായി ഈ വിധം സാദരം പകർന്നു വയ്ക്കുകയാണ്. സ്വീകരിച്ചാലും. എനിക്കും അതുതന്നെയാണ് പറയാനുള്ളത്. ഞാനിതിവിടെ വായിക്കാൻ, തെറ്റുകൂടാതെ വായിക്കാൻ, അനുസ്യൂതം വായിച്ച് നീങ്ങാൻ ഒരു ശ്രമം നടത്തുകയാണ്. അതെല്ലാവരിലേക്കും എത്തുമെന്ന വിശ്വാസത്തോടെ. രാമായണ മാഹാത്മ്യം. ആയിരം ആണ്ടുകൾക്ക് മുൻപ് കഠോരനായൊരു കാട്ടാളൻ രാമനാമം ജപിച്ച് മാമുനിപ്രവരനായി തീർന്നു. വാൽമീകി എന്ന പേരിൽ പ്രസിദ്ധനായി. വീണാപാണിയായ നാരദ മഹർഷി അദ്ദേഹത്തിന് രാമായണം ഉപദേശിച്ചു. വാണീദേവിയായ സരസ്വതി മുനിയുടെ നാവിൽ വിളങ്ങി. അങ്ങനെ മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കാനായി വാൽമീകി രാമായണം രചിച്ചു. ഉമാമഹേശ്വര സംവാദമായി മഹർഷി കഥ തുടങ്ങുന്നു. പുരുഷനും ശക്തിയും ചേർന്നതാണ് ഈ പ്രപഞ്ചം. അവരുടെ അറിവോ അനുമതിയോ കൂടാതെ യാതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. ഓരോ കഥയുടെയും കാര്യം അവരാണ്. ഓരോ കാര്യത്തിൻ്റെയും കാരണവും അവരാണ്. ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണമെന്ന ഉമ മഹേശ്വരനോട് അപേക്ഷിക്കുന്നു. മഹേശ്വരൻ ഉമയെ അനുമോദിക്കുന്നു. ശ്രീരാമദേവതത്വം കേൾക്കണമെന്ന മനസ്സിൽ ആകാംക്ഷയുണ്ടായത് മഹാഭാഗ്യമാണ്. ഭവതി ധന്യ തന്നെ. ശ്രീരാമൻ പുരുഷോത്തമനാണ്, പരബ്രഹ്മമാണ്. അവിടുത്തെ മനുഷ്യനെന്ന് നനയ്ക്കുന്നവർ അജ്ഞാനികളാണ്. മഹേശ്വരൻ ഓർക്കുന്നു. കാഞ്ചന സിംഹാസനത്തിൽ സീതാദേവിയോടുകൂടി ശ്രീരാമൻ സാനന്ദം ഇരുന്നരുളുന്നു. തൊട്ടു മുൻപിൽ കൂപ്പുകൈയോടെ വായുപുത്രനായ ഹനുമാൻ. ശ്രീരാമൻ സീതയോട് പറയുന്നു, നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ. കാരണം ബ്രഹ്മോപദേശത്തിന് പാത്രമാകുന്നവർ ദുർലഭമാണ്. ഹനുമാനാണെങ്കിൽ ബ്രഹ്മജ്ഞാനം നേടുവാൻ അതീവ ആകാംക്ഷയുള്ളവനുമാണ്. ശ്രീരാമൻ്റെ നിർദ്ദേശപ്രകാരം സീതാദേവി ഹനുമാന് ശ്രീരാമതത്വം മനസ്സിലാക്കി കൊടുക്കുന്നു. സർവതം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും. അതിനോടൊപ്പം തന്നെ താൻ ആരാണെന്നും ദേവി വെളിപ്പെടുത്തുന്നു. ഞാൻ താൻ മൂലപ്രകൃതിയായതിടോ. തൻ്റെ പതിയായ പരമാത്മാവിൻ്റെ സന്നിധി മാത്രം കൊണ്ട് താൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. തുടർന്ന് സീത രാമകഥ ചുരുക്കി വിവരിക്കുന്നു. ദേവിയുടെ വാക്കുകൾ ശ്രീരാമൻ മന്ദഹാസത്തോടെ കേട്ടിരിക്കുന്നു. ഹനുമാനെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു. കൂടെ ഒരു ഓർമ്മപ്പെടുത്തലും. പരമാത്മാവാണ് ബിംബം. ജീവാത്മാവായി കാണുന്നത് കേവലം പ്രതിബിംബം മാത്രം. ആകാശം ഒന്നേയുള്ളൂ. എന്നാലും ഓരോരോ ജലാശയത്തിൽ ഓരോരോ ആകാശം കാണുന്നതായി തോന്നുന്നു. ഈ തത്വം ബോധിക്കാൻ ആചാര്യൻ്റെ കാരുണ്യം തന്നെയാണ് വഴി. മഹാദേവൻ്റെ വാക്കുകൾ ഉമയ്ക്ക് ഒന്നേ പറയാനുള്ളൂ. ഞാൻ അനുഗ്രഹീതയായി, ധന്യയായി, കൃതാർത്ഥയായി, സ്വസ്ഥയായി വന്നേനല്ലോ. മനസ്സിലുണ്ടായിരുന്ന സന്ദേഹമെല്ലാം പതിയുടെ തത്വവിചാരത്താൽ നിശേഷം നീങ്ങിയിരിക്കുന്നു. എന്നാലും ദേവിക്ക് തൃപ്തി വരുന്നില്ല. ഗൗരി ശങ്കരനോട് അപേക്ഷിച്ചു. അവിടുന്ന് രാമകഥ ചുരുക്കി പറഞ്ഞത് കേട്ട് എനിക്കത് മതി വന്നില്ല. അതുകൊണ്ട് ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തിടണം മടിയാതെ. ബ്രഹ്മാവിൻ്റെ നിയോഗത്താൽ മാനവരാശിയുടെ മുക്തിക്കായി വാൽമീകി മഹർഷി 24,000 ശ്ലോകങ്ങളിലൂടെ രാമകഥ പറഞ്ഞിരിക്കുന്നു. ആധ്യാത്മരാമായണം എന്നാണ് അതിൻ്റെ പേർ. പരമേശ്വരൻ പറയുന്നു, ഇത് വായിച്ചു മനസ്സിലാക്കുന്നവർക്ക് ആധ്യാത്മജ്ഞാനമുണ്ടാവും. സമ്പത്തും സന്താന സൗഭാഗ്യവും
ദീർഘായുസ്സും ഉണ്ടാകും, രോഗശാന്തിയുണ്ടാകും, ഭക്തിയും മുക്തിയും കീർത്തിയും ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ഇന്ന് വിസ്തരിച്ച് തന്നെ പറഞ്ഞു കേൾപ്പിക്കാം. ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക. രാവണൻ മുതലായ രാക്ഷസന്മാരുടെ പീഡയാൽ ഭൂമിദേവി അത്യന്തം സന്തപ്തയായി. ദേവന്മാരെയും താപസന്മാരെയും കൂട്ടി ദേവി പശുവിൻ്റെ രൂപം പൂണ്ട് ബ്രഹ്മാവിൻ്റെ സന്നിധിയിലെത്തി സങ്കടമുണർത്തിച്ചു. ബ്രഹ്മാവ് അവരെ കൂട്ടി പാലാഴിയുടെ തീരത്തേക്ക് ചെന്നു. ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മഹാവിഷ്ണുവിനെ പുരുഷസൂക്തം ചൊല്ലി സ്തുതിച്ചു. അന്നേരം 10,000 ആദിത്യന്മാർ ഒന്നിച്ച് കിഴക്കുതിച്ച് ഉയരുന്നതുപോലെ പത്മലോചനായ പത്മനാഭൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവ് സങ്കടമുണർത്തിച്ചു. പൗലസ്ത്യതനയനായ രാവണൻ 3 ലോകങ്ങളും മിക്കവാറും നശിപ്പിച്ചു കഴിഞ്ഞു. എങ്ങും എല്ലാവർക്കും സങ്കടം സഹിക്കവയ്യാതായിരിക്കുന്നു. യാഗാദി കർമ്മങ്ങൾ നടക്കുന്നില്ല. മുനിമാരെ കൊന്നു തിന്നുന്നു, സ്ത്രീജനങ്ങളെ അപഹരിക്കുന്നു, ധർമ്മം മറഞ്ഞു, മര്യാദ മുടിഞ്ഞു. മനുഷ്യന് മാത്രമേ രാവണന് ജീവഹാനി വരുത്താനാവൂ. അതുകൊണ്ട് അവിടുന്ന് തന്നെ മർത്യനായി പിറന്ന് രാവണനെ കൊല്ലണം, ലോകങ്ങളെ രാക്ഷസനിൽ നിന്നും രക്ഷിക്കണം. മഹാവിഷ്ണു കൂടുതൽ ആലോചിച്ചില്ല. ബ്രഹ്മാവിനെ കടാക്ഷിച്ചുകൊണ്ട് വാക്കുകൊടുത്തു. കശ്യപ പ്രജാപതി ദശരഥൻ എന്ന മഹാരാജാവായി ഭൂമിയിൽ വാഴുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പത്നിയായ അതിഥി ദശരഥൻ്റെ പട്ടമഹിഷിയായ കൗസല്യയായും ജന്മമെടുത്തിരിക്കുന്നു. അവരുടെ മകനായി ഭൂമിയിൽ വന്ന് ജനിക്കുമെന്ന് ഞാൻ മുമ്പേ തന്നെ വരം കൊടുത്തിട്ടുണ്ട്. എൻ്റെ സഹോദരന്മാരായി 3 പേർ ജനിക്കും. സാക്ഷാൽ മായാദേവി ജനകസുതയായി മിഥിലയിലും ജനിക്കും. അവൾ രാക്ഷസകുലത്തിൻ്റെ നാശത്തിന് കാരണമായി തീരും. എല്ലാവരും വിഷ്ണു ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചു. തങ്ങളുടെ സങ്കടത്തിന് പരിഹാരമായി എന്ന സമാധാനത്തോടെ യഥാസ്ഥാനങ്ങളിലേക്ക് മടങ്ങി. കരുണാനിധി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്ന് അവതരിച്ചിടും. ആ ദിവസത്തിനായി അവർ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ദേവന്മാർ ഭൂമിയിൽ വാനരന്മാരായി ജന്മമെടുത്തു. ഭൂമിയിൽ അവതരിക്കാൻ പോകുന്ന വാസുദേവനെ ദാസഭാവേന പരിചരിക്കാൻ വേണ്ടി. തുടർന്ന് അടുത്ത ദിവസം.